എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദ നേരെ ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗൗതമിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല ഗൗതം സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ ദുർഭൂതത്തെ വീണ്ടും ഇവിടെ വാഴിക്കാൻ തന്നെയാണോ ഗൗതം സാറിന്റെ തീരുമാനം എന്ന് ചോദിക്കുക. അല്ല നന്ദ എന്താ ഉദ്ദേശിച്ചേ? അല്ല ഗൗതം സാർ എന്താ പിങ്കിയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? നിർമ്മലും പിങ്കിയും ഒന്നിക്കുന്നോണ്ട് ഗൗതം സാറിന് എന്താ കുഴപ്പം? അതിനെ എതിർക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയാ. അതിന്റെ കാരണം എന്താന്നാ തിരക്കിയത്? അത് പിന്നെ ആ നിർമ്മലിനെ പോലുള്ള ഒരുത്തന്റെ ആ ഒരു തെമ്മാടിയുടെ കയ്യിലേക്കാണോ നമ്മൾ പിങ്കിനെ വെച്ച് കൊടുക്കട്ടെ? അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദ ചോദിച്ചു, അല്ല ഞാനൊരു സംശയം ചോദിച്ചട്ടെ, ഈ പിങ്കി നല്ലവളായിരുന്നോ? പിങ്കി എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തു കൂട്ടിയത്, എന്തൊക്കെ കുറ്റങ്ങൾ അവൾ ചെയ്തു കൂട്ടിയത്? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവളുടെ ലെവലിലുള്ള ഒരു ആണാണ്, ഒരു പുരുഷനാണ് ഈ പറയുന്ന നിർമ്മല്. നമ്മുടെ അർജുൻ ഒരിക്കലും അവൾക്ക് ചേരില്ലായിരുന്നു. പക്ഷെ അർജുൻ അവളെ മാറ്റിയെടുത്ത അത് ഗൗതം സാർ ഒരിക്കലും മറന്നു പോലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, അതൊക്കെ ശരിയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേങ്കിൽ എനിക്ക് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിർമ്മലിനെ പോലെ ഒരു കൊടും ക്രിമിനലിന്റെ മുന്നിലേക്ക് പിങ്കീനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ ഒരു കാര്യം ഉറപ്പാ, സാറിന് അത് ഇഷ്ടമില്ല. അപ്പൊ സാറിന് ഇഷ്ടം എന്താ? വേറെ കല്യാണം വേണം, അതാണോ സാറിന്റെ ഇഷ്ടം എന്ന് ചോദിക്കണം. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, പിങ്കിക്ക് നല്ലൊരു വിവാഹാലോചന വരുവാണെങ്കിൽ അത് നടത്തിക്കോ. പക്ഷെ ഇനിയിപ്പൊ ആരൊക്കെ വന്ന് പറഞ്ഞാലും, എത്രയൊക്കെ പേര് എന്നോട് വന്ന് പറഞ്ഞാലും, ഒരു കാരണവശാലും നിർമ്മലും പിങ്കിയും തമ്മിലുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. എനിക്കിഷ്ടമില്ല, അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ എനിക്ക് മടിയില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോകുമ്പോഴത്തേനും നന്ദയ്ക്ക് നല്ല ദേഷ്യമായി. അങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നിർമ്മലിനെയും പിങ്കിനെയും തമ്മിൽ ഒന്നിപ്പിച്ചാൽ മതിയാവുള്ളൂ. ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്, അല്ലെങ്കിൽ നിർമ്മലിനെ വേറെ കല്യാണം കഴിപ്പിച്ചു വിടണം. ഈ സമയത്ത് ഗൗതം അങ്ങോട്ട് മാറി നിൽക്കുന്നിടത്തേക്ക് നന്ദ ചെന്നിട്ട് പറഞ്ഞു, അല്ല ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഗൗതം സാർ ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുക. എന്ത് കാരണം? പക്ഷേങ്കിൽ പിങ്കിയുടെ മനസ്സിൽ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടെന്ന് പറയും. എന്ത് പ്രതീക്ഷ? അവൾ എന്നോട് ഇന്ന് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങൾ. ഗൗതം സാറിന് അവളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ താല്പര്യമില്ലെന്ന്, കാരണം ഇപ്പോഴും അവളോട് ഇഷ്ടമുണ്ടെന്ന്, അതുകൊണ്ടാണ് അവളോട് വേറെ കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിർമ്മലിനെ കൊണ്ട് കെട്ടിക്കാൻ സമ്മതിക്കാത്തേന്ന് പറഞ്ഞെന്ന്. അങ്ങനെ അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറയണം. ഇനി പറ ഗൗതം സാറ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ രണ്ടും തമ്മിലുള്ള സ്വസ്ഥമായൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചേ. ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അത് തെറ്റാണെങ്കിൽ സാറ് പറ എന്ന് പറയണം. ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സമ്മതമല്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം, അതുപോലെ തന്നെ ഗൗതം സാറിനെ എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം പിങ്കിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഗിരിജ ചെല്ലുവാണ്. ഗിരിജ എന്നിട്ട് ചോദിച്ചു, അല്ല പിങ്കി മോളെ, എങ്ങനെയാ കാര്യങ്ങള്? ഗൗതം കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കണം. ഗൗതം കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അറിയുക മാത്രമല്ല നിർമ്മലമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ എതിർക്കുകയും ചെയ്യുമെന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. ഞാൻ ഈ പേര് പറഞ്ഞ് നന്ദക്കിട്ട് 2 കുത്തും കൊടുത്തെന്ന് പറയാം. അത് കൊള്ളാം, അത് പൊളിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്തായാലും അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്. എന്താ? എനിക്ക് തോന്നുന്നേ ഗൗതത്തിന് നിന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നേ. എന്താ ചിറ്റ അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ പിന്നെ അവനങ്ങനെ പറയത്തില്ലോ. ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നില്ലേ. ഇഷ്ടമുണ്ട്, അതുകൊണ്ടല്ലേ ഗൗതം. അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരാണുങ്ങളാണെങ്കിലും നീ ഇത്ര ദ്രോഹങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നീ ആ ജീവിതത്തിൽ നിന്ന് പോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ അവനെന്താ ചെയ്തേ? അവൻ നിന്നെ ഒഴിവാക്കിയോ? പകരം നിർമ്മലമായിട്ടുള്ള കല്യാണത്തെ എതിർക്കുമല്ലേ ചെയ്തേ? അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം. ഇത് കേട്ടെന്ന് പിങ്കി ഒന്ന് ആലോചിച്ചു. ചിലപ്പോൾ ശരിയായിരിക്കുമല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, അത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യാം, നീ നിർമ്മലമായിട്ട് കൂടുതൽ അടുക്കാൻ പറയാം. അതേ ചിറ്റേ, വേറെ എന്ത് വെള്ളം പറഞ്ഞു അത് മാത്രം പറയില്ലെന്ന് പറയാം. പിങ്കിമോളെ, ഞാൻ പറയുന്ന മുഴുവൻ ഒന്ന് കേൾക്ക്. നീ കൂടുതൽ അടുക്കണം. അടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ അടുക്കുന്ന സമയത്ത് ഗൗതത്തിന് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടെങ്കിൽ ഗൗതം അത് പ്രകടിപ്പിക്കും. അപ്പം മനസ്സിലാക്കാം ഗൗതത്തിന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നേടും. പെട്ടെന്ന് തന്നെ നിനക്ക് ഗൗതത്തിനെ സ്വന്തമാക്കാൻ പറ്റും. ആ നന്ദേനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും പറ്റും. പോരാത്തിന് ഗൗതത്തിന്റെ കുഞ്ഞാണല്ലോ നിന്റെ വയറ്റിൽ കിടക്കണേ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായെന്ന് പറയാം. അതൊക്കെ ശരി തന്നെയാ ചിറ്റേ, പക്ഷെ ഇങ്ങ് നടക്കുവോ? എന്തുകൊണ്ട് നടക്കില്ല? അതിന് നീ ആദ്യം നിർമ്മലിനെ കയ്യിലെടുക്കണം. പക്ഷെ നിർമ്മലിനെ ഞാൻ പ്രതീക്ഷ കൊടുക്കുന്നത് തെറ്റല്ലേ? അവനൊരു ചെറുപ്പക്കാരനല്ലേ? അങ്ങനെ പ്രതീക്ഷ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന വലിയ ക്രൂരതയല്ലേന്ന് ചോദിക്കും. എന്തോ ക്രൂരത? അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. ഈ നിർമ്മല അത്ര പക്ക പെർഫെക്റ്റ് ഒന്നും അല്ലെന്നല്ലേ പറഞ്ഞേ. പിന്നെന്താ കുഴപ്പമിരിക്കണേ? ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോക്കോ, എന്തിനും ഏതിനും ഞാൻ ഒപ്പം ഉണ്ടെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ഗിരിജ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പിങ്കി ഇങ്ങനെ ആലോചിക്കുക. പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുവാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അരുന്ധതിയുടെ അടുത്തേക്ക് ലക്ഷ്മി വരുവാണ്. ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, അല്ല ഈ നിർമ്മലിന്റെ കാര്യത്തിലും പിങ്കിയുടെ കാര്യത്തിലും ചില തീരുമാനങ്ങളൊക്കെ എടുക്കണ്ടെന്ന് ചോദിക്കുക. എന്ത് തീരുമാനങ്ങൾ? ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞാണല്ലോ, ഇനി അതുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞാണല്ലോ, പിന്നെന്താ കുഴപ്പം? എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ലക്ഷ്മി എന്ന്
അതെന്താ അങ്ങനെ പറഞ്ഞ ഏട്ടത്തി? അത് പിന്നെ ശരിയാവോ? ഈ നിർമ്മൽ ഒരു ക്രിമിനൽ അല്ലേ? അവനെ പോലുള്ള ഒരുത്തന് പിങ്കിമോളെ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അതല്ല ഏട്ടത്തി, ഏട്ടത്തി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എപ്പോഴാണെങ്കിലും പിങ്കിമോൾക്ക് ഒരു ജീവിതം വേണം. അപ്പൊ നിർമ്മലാണെങ്കിലോ? നിർമ്മൽ ഇഷ്ടമാണെന്ന് തോന്നേ, അതൊരു നല്ല കാര്യമല്ലേന്ന് ചോദിക്കും. എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം പറഞ്ഞ അർജുനുമാണ് ഷേപ്പൊക്കെ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് അങ്ങനെ നമുക്കും കൂടി പിടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞു, അല്ല ഇനി ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഇത് പറയുന്നതുകൊണ്ട് വേറൊരു കുഴപ്പം കൂടെ ഉണ്ടായിരുന്നു. വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു പക്ഷെങ്കില് നന്ദയുടെ ഗോത്തിന്റെ ജീവിതം സേഫ് ആക്കാനായിട്ട് ഇത് സഹായമാകുമെന്ന് പറയണേ. അവരുടെ ജീവിതം സേഫ് ആക്കാനോ? അവരുടെ ജീവിതം എങ്ങനെ സേഫ് ആക്കുന്ന? പിങ്കിയുടെ കല്യാണം കഴിഞ്ഞാല് അത് പിന്നെ ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ ഗൗതം ഉണ്ടോ എന്നൊരു ചെറിയൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ രണ്ടുപേരെ സേഫ് ആക്കണമെങ്കിൽ, ഗൗതത്തിനെ നന്ദേനെ സേഫ് ആക്കണമെങ്കിൽ പിങ്കിയുടെ കല്യാണം കഴിയണമെന്ന് പറയാ. നീ എന്തൊക്കെയാ അരുന്ധതി പറയണേ? നീ എന്തൊക്കെയാ ലക്ഷ്മി പറയണേന്ന് ചോദിക്കാ. ഞാൻ പറഞ്ഞ സത്യം എടുത്തി, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും പിങ്കിക്ക് ഗൗതമിന്റെ മേലൊരു കണ്ണുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പൊ അതൊന്നും ഒഴിവാക്കി വരണമെങ്കിൽ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോയിട്ട കാര്യമുള്ളെന്ന് പറയാം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയാണ്. പിന്നീട് അരുന്ധതി ഇരിക്കുന്ന സമയത്ത് ഗിരിജ അങ്ങോട്ട് വരുന്നത്. ഗിരിജയെ കണ്ടത് അരുന്ധതി അങ്ങോട്ട് വിളിക്കുകയാണ്. പിന്നീട് അരുന്ധതി ചോദിച്ചു, അരുന്ധതിക്ക് ഇവിടെ സുഖമൊക്കെ ആണല്ലോ എന്ന് പറയാം. അതെ, ഞാനിവിടെ പിങ്കിനെ നോക്കാൻ വന്നതല്ലേ, എന്റെ സുഖവും സൗകര്യമൊക്കെ ആര് നോക്കാനെന്ന് ചോദിക്കുക. എന്നെ ഇവിടെ എല്ലാവർക്കും ചതുർത്ഥിയല്ലേന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഗിരിജയുടെ വെറും തോന്നല് മാത്രമാണെന്ന് പറയാണ്. അല്ല പിന്നെ നിർമ്മലിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. ഗിരിജയോട് ഇത് കേട്ടപ്പം ഗിരിജ പറഞ്ഞു, ഇപ്പൊ എന്താ അഭിപ്രായം? എനിക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അല്ല, എന്റെ മനസ്സിൽ ചില ആശയങ്ങളൊക്കെ ഉണ്ട്. അർജുമോൻ മരിച്ചു കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പൊ അർജുമോന്റെ വിഷമം, ആ വേദന ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും. അവനില്ലാത്തതിന്റെ വേദന. ഒരു പക്ഷേങ്കിൽ ഇപ്പൊ നിർമ്മലിനെ കണ്ടു കഴിയുമ്പോഴാണ് ഞങ്ങൾ ആ വേദനകളൊക്കെ മറക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ പിങ്കിനെ നിർമ്മലിനെയും കൂടെ ഒരുമിച്ച് കൂടെ നമുക്ക് അവരെ രണ്ടുപേരും ഒരുമിപ്പിക്കുവാണെങ്കിൽ ഇപ്പം പിങ്കി മോൾക്ക് ഒരു ജീവിതവും, അതുമാത്രമല്ല ഞങ്ങൾക്ക് എപ്പോഴും നിർമ്മലിനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാലോ. ഞങ്ങളുടെ അർജുന്റെ രൂപമാണെങ്കിലും അവനെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാലോ എന്ന് പറയാ. ഇത് കേട്ടപ്പോഴത്തേനും ഗിരിജ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാനല്ലോ ഇതിന് തീരുമാനം പറയണ്ടേ? ഇതിനകത്ത് തീരുമാനം പറയേണ്ട ആള് നന്ദയല്ലേന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷെ ഗിരിജയോട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഗിരിജയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താ അഭിപ്രായ എൻ്റെ അടുത്ത്? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പിങ്കി എന്ത് പറയുന്നോ അതാണ്. പിങ്കിയല്ല ജീവിക്കേണ്ട ആള്, നമ്മളൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലം മാത്രമല്ല അവളും അർജുനും തമ്മിൽ ഒന്നിച്ച് ജീവിച്ചോളൂ. അത് ശരിയാ, അതുകൊണ്ടാ പറഞ്ഞേ. പോരാത്തന് ഇപ്പൊ അവളുടെ വയറ്റിലൊരു കുഞ്ഞുമുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞുള്ളപ്പം നിർമ്മല് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നു എൻ്റെ അടുത്തേക്ക് തോന്നുന്നുണ്ടോ? അവന് ഇഷ്ടമാന്നാ തോന്നേ. അവൻ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന നല്ലതെന്ന് എനിക്ക് തോന്നേ. അവർ ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം പിങ്കിയോട് തന്നെ ചോദിച്ചു നോക്ക്. അരുന്ധതി പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് ഗിരിജി ഒന്നും പറയാനൊന്നും പോകണ്ട കേട്ടോ ഇതിനെക്കുറിച്ച്. കാരണം ഇനിയിപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിമോള് വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ട് വേണ്ടാന്ന് പറയണം. ഇത് തന്നെയായിരുന്നല്ലോ ഗിരിജയുടെ മനസ്സിലെ ആഗ്രഹം. ഇവരെല്ലാരും കൂടെ ഒന്ന് ഈ കാര്യം പറഞ്ഞൊന്ന് മൂത്തു വരണം. അങ്ങനെ വരണ സമയത്ത് ഗോവത്തിനെ പിങ്കിക്ക് സ്വന്തമാക്കണം. അതായിരുന്നു ഗിരിജയുടെ മനസ്സിലെ പ്ലാന്. ഇതൊക്കെ കേട്ടോണ്ട് മോഹിനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മോഹിനിക്ക് മനസ്സിലായി, ഓഹോ അപ്പൊ അതാണ് പ്ലാന്. അങ്ങനെ ഇത് നടപ്പാക്കാൻ പോകുന്നില്ല. നിർമ്മലിനെ ഈ വീട്ടിലേക്ക് കയറ്റി താമസിപ്പിക്കാനായിട്ട്, അതും പിങ്കിയുടെ ഭർത്താവായിട്ട്, അർജുന്റെ സ്ഥാനത്ത്. അതൊരിക്കലും നടക്കില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് ലക്ഷ്മിയമ്മയും സുമംഗലയും കൂടെ അർജുൻ്റെ അടുത്തേക്ക് വരുവാണ്. അർജുൻ്റെ അടുത്ത് വന്നപ്പോൾ അർജുൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അല്ല മോനെ, തിരക്കാണോ? കുഴപ്പമില്ല, പറഞ്ഞോളാൻ പറയാണ്. അതെ, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. പിങ്കിമോളെ കുറിച്ച് മോൻ എന്താ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം തന്നെ. അറിയാലോ അവളുടെ കാര്യം, അവൾ ഗർഭിണിയാണ്. എൻ്റെ ഗൗതമോന്റെ നന്ദയുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമില്ല ആൻറ്റി, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെയെന്ന് പറഞ്ഞാലേ, എന്നോട് നന്ദമോളും ഒന്ന് പറഞ്ഞായിരുന്നു, നിനക്ക് പിങ്കിമോളെ ഇഷ്ടമാണ്. ഇഷ്ടം തന്നെ ആണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതൊന്ന് ആലോചിച്ചിട്ട് നിർമ്മല പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെന്ന് പറയാണ് പിങ്കിനെ. അല്ല കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല പറഞ്ഞു, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, എനിക്ക് സമ്മതമാണെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.